ആലുവ സ്വദേശിനിയുടെ പരാതിയിലെടുത്ത കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് ജാമ്യം. ഇതിൽ പ്രധാനപ്പെട്ട പല നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ട് എന്ന് പറയുന്നു ഹൈക്കോടതി. നടി ആരോപിക്കപ്പെട്ട സംഭവം നടന്നത് 17 വർഷങ്ങൾക്ക് മുൻപാണ് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. രാഗിൻ തന്നെ അതിന്റെയും വിവരങ്ങൾ നൽകും. രാഗിൻ, ഇപ്പോ ഇങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് വരാനും കൂടി ഇടയാക്കുന്നു. അതായത് പുരുഷന്മാർക്കും അന്തസ്സുണ്ട്. അപ്പോൾ ഈ പല പരാതികളും വരുമ്പോൾ അതിന്റെ എന്താണ് അതിന്റെ സത്യം എന്നത് പലപ്പോഴും ചോദ്യചിഹ്നങ്ങളായി വരുന്നു. അതും കൂടി കണക്കിലെടുത്താണോ കോടതി ഇങ്ങനൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്? സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ അറിയാവുന്നതുപോലെ ആലുവ സ്വദേശിന് നൽകിയ പരാതിയിൽ ലൈംഗിക അതിക്രമ കേസാണ് ബാലേന്ദ്ര മേനോൻ രജിസ്റ്റർ ചെയ്തിരുന്നത്. ബാലേന്ദ്ര മേനോൻ ഇതിനെതിരെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ ഘട്ടത്തിൽ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു നേരത്തെ തന്നെ. അതിനുശേഷമാണ് ഇപ്പോൾ അത് സ്ഥിരപ്പെടുത്തുകയത്. അതായത് മുൻകൂർ ജാമ്യം പൂർണ്ണമായി തന്നെ നൽകുന്ന നിലയുണ്ടായത്. ആ ഒരു ഉത്തരവിലാണ് വളരെ കൃത്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരിക്കുന്നത്. അതായത് കോടതി പറയുന്നത്, ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആളുകൾക്ക് മാത്രം ഒതുക്കപ്പെട്ട ഒരു സംഗതിയല്ല, അതായത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് അത് പുരുഷന്മാർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ആ ഓർഡറിൽ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരുന്ന കാര്യത്തിൽ കോടതി പറയുന്നത്, ഈ ആരോപിക്കപ്പെടുന്ന സംഭവം എന്ന് പറയുന്നത് 17 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ആ കാലതാമസവും കൂടി കോടതി ഇതിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ പല സമാന അല്ലെങ്കിൽ മറ്റു ചില ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിലൊക്കെ തന്നെ പലർക്കും ജാമ്യം കിട്ടിയത് ഈ കാലതാമസത്തിന്റെ കൂടി ഒരു കാര്യവും കൂടി മുൻനിർത്തിക്കൊണ്ടാണ്. ആ ഒരു കാര്യവും ഇവിടെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തി ആ കാലതാമസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാലചന്ദ്ര മേനോനെ കുറിച്ച് കോടതി പറയുന്നുണ്ട്, നാഷണൽ അവാർഡ് വിന്നറാണ്. അതോടൊപ്പം തന്നെ രാജ്യം പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ആ ഓർഡറിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.